മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 3 ആണ്. അതിലെ പാർട്ട് 3 സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ക്ലാസ് 1ൻ്റെയും 2ൻ്റെയും ലിങ്ക് ഉണ്ട്. പിന്നെ ഒരു ബ്ലോഗ് ഉണ്ട്. ബ്ലോഗിൽ ഞാൻ പറയണത് തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ തുണി എടുക്കണം, എങ്ങനെ മടക്കണം എന്നുള്ളതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ക്ലാസ്സിൽ തുടങ്ങാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നെക്ക് മടക്കിയടിക്കാം. ചീത്തവശത്ത് ആണ് തുണി. നമ്മൾ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇതിൽ ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ വീണ്ടും മടക്കി. അങ്ങനെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ പെറ്റിക്കോട്ടിൽ ചെയ്തില്ല അതുപോലെ തന്നെ ആദ്യം 1/4 ഇഞ്ച് മടക്കി, വീണ്ടും ഒരു 1/2 ഇഞ്ച് വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കി. ചുളിവൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ നെക്ക് മടക്കി അടിക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇതിൽ നിങ്ങൾക്ക് നെക്ക് മടക്കി അടിക്കുന്നത് മനസ്സിലായി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പെറ്റിക്കോട്ടിൻ്റെ ക്ലാസ് 2ൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് നെക്ക് മടക്കി അടിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആം ഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ആം ഹോള് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഷോൾഡറിൻ്റെ അവിടുത്തെ ഇത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ വന്നേക്കുന്നത് 1.25, ഇവിടെയും കറക്റ്റാണ് 1.25. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കി എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാണ്. ഇതിപ്പോ 1.25, 1.5 ഇല്ല 1.25 അല്ല, അതിൻ്റെ ഇടയിൽ 1.25 വേണ്ടിയുള്ള ഒരു പോയിന്റ് വന്നിട്ട് 1.5 ഇല്ല 1.25 അല്ല, അതിൻ്റെ ഇടയിലുള്ള ഇവിടെ വേണം നമ്മൾ മടക്കി അടിക്കുന്നത് വരാനായിട്ട്. എന്നാലാണ് ഈ കറക്റ്റ് വീതി ഇവിടെ തന്നെ കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇത് കറക്റ്റ് ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണ്, യെസ് ഇതും കറക്റ്റാണ്, രണ്ടിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുക്കുണ്ടല്ലോ എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് 12 ഇഞ്ച് ഉണ്ട്. നമുക്ക് 12 ഇഞ്ചിനെ 5 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. നമ്മൾ ചെറിയ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവസാനം അതിലേക്ക് കൂട്ടി വെച്ച് യോജിപ്പിച്ചാലും മതി. ചെറിയൊരു ചുരുക്കിന് ഇട്ടു, ഇവിടിങ്ങിനിട്ടു, ഇങ്ങിനിട്ടു, നമുക്ക് ഇതിങ്ങനെ വെച്ച് 1.5 ഇഞ്ചിന് അടയാളപ്പെടുത്തി ഇതുപോലെ ഇതെടുത്ത് ഇതിൻ്റെയും 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇതിൻ്റെ അടയാളപ്പെടുത്തി
വന്നേക്കുന്നത് ഏകദേശം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് തമ്മിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ചായി കണ്ടില്ലേ. അതുപോലെ കപ്പിട്ട് ഇങ്ങനെ ഇതിന് മേലെ കൂടി അടി കൊണ്ട് അടിക്കണം കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സൈഡ് അടിക്കാം. നമ്മളിപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സൈഡ് ഗ്യാതേർഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെയും സൈഡിൽ നമ്മൾ അടിച്ചു പോലെ ഇവിടെയും നമ്മൾ ചെയ്തു. ഇനി നമുക്കുള്ളത് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു അളവിൽ ഇവിടെ 1.5 ഇഞ്ച് എടുക്കാം. ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്ത, ഇവിടെയും 1.5 ഇഞ്ച് അടയാളപ്പെടുത്ത. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് അടിച്ചു വരുന്തോറും അവസാനം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലേക്ക് വന്ന് താഴെ വരും. ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെയാണ് വരണം. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. കണ്ടില്ല, ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ടൈം തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഒപ്പത്തിനൊപ്പം വെച്ചു ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഈ വേസ്റ്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിക്കാം. 1.5 ഇഞ്ച് അളവിൽ 1.5 ഇഞ്ച് അളവിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേസ്റ്റ് വരെ അടിച്ചു. ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇവിടെ 1.5 ഇഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ചെരിച്ചടിച്ചടിച്ച് അവസാനം ഈ സൈഡിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ ചെരിച്ചടിച്ച് വേണം വരാനായിട്ട്. ഇവിടെ നമ്മളിങ്ങനെ ചെരിച്ചടിക്കണം. താഴോട്ട് പോകും തോറും ഈ 1.5 എന്നുള്ളത് 1.25 1 1/4 1/2 അങ്ങനെ ചെരിച്ചടിച്ച് വരാം. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഒന്നുകൂടി ഡബിൾ സ്റ്റിച്ച് അടിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് നീങ്ങി വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്തിടാം. അതിൽ വണ്ണം വെക്കുന്ന അനുസരിച്ച് നമുക്ക് അഴിച്ചിടണമെങ്കിൽ അഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
അതുപോലെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ നമ്മൾ 2 സൈഡ് അടിച്ചു. ഇനി അടിവശം അടിക്കുകയാണ്. അടിവശം ഇപ്പം തേരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്ക് മടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെയോ 1/2 ഇഞ്ചിൻ്റെയോ 2 മടക്ക് മടക്കണതിൽ ഇങ്ങനെയും മടക്കണം. ഇതിപ്പം ഞാൻ ഒരു മടക്ക് അടിക്കുള്ളൂ തേരുവശം ആയതുകൊണ്ട്. ഇങ്ങനെ മടക്കി അടിക്കുക. ബാക്കിൽ നമുക്ക് ചെറിയൊരു വള്ളി വെക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാട്ടിത്തരാം.